ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് സോഹോ ബുക്സിലെ പേയബിൾസ് റിപ്പോർട്ട്സിലേക്കാണ്. നമുക്കറിയാം, സോഹോ ബുക്സിലെ പേയബിൾ റിപ്പോർട്ട്സിൽ മെയിനായിട്ട് വരുന്നത് ഏജിങ് റിപ്പോർട്ട്, ഇതുപോലെ തന്നെ ബാലൻസ് സമ്മറി, ഈ കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് വൺ, വെണ്ടർ ബാലൻസസ്. വെണ്ടർ ബാലൻസിൽ നമുക്ക് ഓരോ വെണ്ടേഴ്സിനെയും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് പേയബിൾ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പം 31 മാർച്ച് ആണെങ്കിൽ 31 മാർച്ച് 2023 എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ഒരു പർട്ടിക്കുലർ പീരീഡിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കസ്റ്റമർ, ഒരു വെണ്ടറിൻ്റെ അവർക്ക് എത്ര ബാലൻസ് ആണോ നമുക്ക് ടോട്ടലായിട്ട് ഇപ്പോൾ ആസ് ഓഫ് നൗ പേ ചെയ്യാനുള്ളത്, അതിൽ അഡ്വാൻസും കൺസിഡർ ചെയ്യും. അതാണ് നമുക്ക് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ വെണ്ടറിന് റിപ്പോർട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഈ സെലക്ട് വെണ്ടർ എന്നുള്ളത് കൊടുത്തിട്ട് അവരുടെ നെയിം സെലക്ട് ചെയ്തിട്ട് ഫ്രണ്ട് റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വെണ്ടറിൻ്റെ മാത്രം നമുക്ക് റിപ്പോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി കസ്റ്റമൈസേഷനിൽ വരുന്ന നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആ ഒരു വെണ്ടറിൻ്റെ നെയിമാണ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ദെൻ ഷോർ ഹൈഡിലാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കോളം നമുക്ക് റിപ്പോർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റൺ റിപ്പോർട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, ദെൻ അടുത്ത റിപ്പോർട്ടാണ് വെണ്ടർ ബാലൻസ് സമ്മറി. വെണ്ടർ ബാലൻസ് സമ്മറിയാണ് നമുക്ക് മെയിനായിട്ട് ഓഡിറ്റ് പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പീരീഡിലെ അവരുടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നമുക്ക് കാണിക്കുന്നുണ്ടാവും. ടോട്ടൽ ഇത്ര എമൗണ്ടിന് ഇൻവോയ്സ് ചെയ്തു, ടോട്ടൽ ഇത്ര എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഈ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ. ഇവിടെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെണ്ടറിനെ നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് റിപ്പോർട്ടിൽ വന്നിട്ട് ഇവിടെ ആഡ് ഫിൽറ്ററിൽ വെണ്ടർ നെയിം എന്നുള്ളത് കൊടുത്തിട്ട് ആ വെണ്ടർ നെയിം ചൂസ് ചെയ്ത് റൺ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വെണ്ടറിൻ്റെ മാത്രം നമുക്ക് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ ബ്രാഞ്ച് എന്നുള്ളത് കൊടുത്തിട്ട് ബ്രാഞ്ച് നെയിം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഹെഡ് ഓഫീസ് ആണെങ്കിൽ ഹെഡ് ഓഫീസ് കൊടുത്ത് റൺ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഹെഡ് ഓഫീസിൻ്റെ മാത്രം നമുക്കിവിടെ ആ ഒരു വെണ്ടർ ബാലൻസ് സമ്മറി വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും ഷോർ ഹൈഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് കസ്റ്റമൈസേഷനിൽ ഏതെങ്കിലും ഒരു കോളം നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി അടുത്ത റിപ്പോർട്ടാണ് ഏജിങ് റിപ്പോർട്ട്സ്. നമുക്കിവിടെയും നമ്മൾ കസ്റ്റമേഴ്സിനെ നോക്കിയപ്പോൾ തന്നെ വെണ്ടേഴ്സിനും സമ്മറിയും ഉണ്ട്, അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഉണ്ട്. സമ്മറിയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻ്റർവെല്ലിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വെണ്ടറിനെ എമൗണ്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ടോട്ടൽ ഏജിങ് നമുക്ക് കാണിക്കുന്നുണ്ടാവും. ആ ഒരു വെണ്ടറിൽ 1 to 15 ഡേയ്സ് ഇത്ര എമൗണ്ട് നമ്മൾ പേ ചെയ്യാനുണ്ട്. 16 to 30 ഡേയ്സിൽ നമുക്ക് 0 ആണോ, ഒരു എമൗണ്ട് നമുക്ക് പേ ചെയ്യാനില്ല. പക്ഷേ 31st 45 ഡേയ്സ് നമുക്ക് ഇത്രയും ഡിലേ ആയിട്ടുണ്ട്, ഇത്രയും എമൗണ്ട് നമ്മൾ ഡിലേ ആയി നിൽക്കുന്നുണ്ട്. മോർ ദാൻ 45 ഡേയ്സിൽ നമുക്ക് ഇത്രയും എമൗണ്ടാണ് ഡ്യൂ ആയി നിൽക്കുന്നത്. കറൻ്റ്ലി നമുക്കിപ്പോൾ എമൗണ്ട് ഒന്നും ഡ്യൂ ആയി നിൽക്കുന്നത്. ഇതാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ എമൗണ്ട് നമുക്ക് കാണിക്കുന്നുണ്ടാവും. ഫോറിൻ കറൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോറിൻ കറൻസിയിൽ നമുക്കിവിടെ എമൗണ്ട് വരുന്നുണ്ടാവും. ഇവിടെ കണ്ടല്ലോ, CNY എന്ന് പറഞ്ഞ കറൻസിയിൽ നമുക്ക് എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇന്ത്യൻ കറൻസി ആയതുകൊണ്ട് തന്നെയാണ് സെയിം എമൗണ്ട് ഇവിടെ വരുന്നുള്ളത്. ഇവിടെ നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ ഇൻ്റർവെൽസ് നമുക്കിവിടെ കൊടുക്കാം. നമുക്കിവിടെ 12 ഇൻ്റർവെൽസ് വരെയുണ്ട്. അതിലേതെങ്കിലും സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എത്ര വീക്സ് ആണോ ഡേയ്സ് ആണോ എന്നുള്ളത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇനി വെണ്ടർ ക്രെഡിറ്റ് നമുക്ക്, അതായത് ഡെബിറ്റ് നോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ടിക്ക് ഇട്ടാൽ മതിയാവും. അതേപോലെ തന്നെ ഷോർ ഹെഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോളം അവിടേക്ക് ആഡ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇൻവോയ്സ് വൈസ് നമുക്ക് ഡീറ്റെയിൽഡ് റിപ്പോർട്ടായിരിക്കും AR ഏജിങ് ഡീറ്റെയിൽസ് എന്നുള്ള റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. മോർ ദാൻ 45 ഡേയ്സിൽ നമുക്ക് ഇത്രയും ബിൽസ് നമ്മൾ പേയബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഒരു ഓഫീസിൽ. അതാണ് നമുക്കിവിടെ കാണിക്കുന്നുണ്ടാവുക. ഇവിടെയും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കസ്റ്റമൈസേഷനിൽ നമുക്ക് ഇൻ്റർവെൽസും അതുപോലെ തന്നെ ഡേയ്സും വീക്സും ആടിയുള്ള ഓപ്ഷനുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെണ്ടറിൻ്റെ എടുക്കണമെങ്കിൽ നമുക്കിവിടെ വെണ്ടർ നെയിം ഇവിടെ കൊടുത്ത് അപ്പോൾ നമുക്ക് ആ നമ്മൾ സെലക്ട് ചെയ്ത വെണ്ടറിൻ്റെ മാത്രം റിപ്പോർട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അടുത്തത് നമുക്കിവിടെ നമ്മുടെ ഡെബിറ്റ് നോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ടിക്കറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇതിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു കോളം നമുക്ക് റിപ്പോർട്ടിലേക്ക് ആഡ് ചെയ്ത് വരണമെങ്കിൽ ഈ ഒരു പ്ലസ് ബട്ടൺ നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതാണ് ഏജിങ് ഡീറ്റെയിൽസിൽ പറയാനുള്ളത്. ബിൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതാണ് നമ്മൾ മെയിനായിട്ടും GST ഫയൽ ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് നമ്മൾ ക്രോസ് ചെക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പീരീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പീരീഡിൽ നമ്മൾ റേസ് ചെയ്തിട്ടുള്ള എല്ലാ ബിൽസും ഇവിടെ വരുന്നുണ്ടാവും. അതിൻ്റെ ബിൽ നമ്പർ, ബിൽ ഡേറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽ എമൗണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ PDF-ലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ നമുക്ക് ഇവിടെ പോസിബിൾ ആണ്.
ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ മാത്രം റിപ്പോർട്ട് എടുക്കണം, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെണ്ടറിൻ്റെ മാത്രം ബില്ല് എടുക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഒരു അഡ്വാൻസ് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷോർ ഹെഡിലാണെങ്കിലും ഏതെങ്കിലും ഒരു കോളം നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അടുത്ത റിപ്പോർട്ടാണ് വെണ്ടർ ക്രെഡിറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെബിറ്റ് നോട്ടിൻ്റെ നമ്മൾ റേസ് ചെയ്തിട്ടുള്ള ഡെബിറ്റ് നോട്ടിൻ്റെ റിപ്പോർട്ട്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ഡീറ്റെയിൽ റിപ്പോർട്ടായിരിക്കും ഇവിടെ കാണാൻ പറ്റും. അടുത്ത റിപ്പോർട്ടാണ് പേയ്മെൻറ്റ്സ് മെയ്ഡ്. പേയ്മെൻറ്റ്സ് മെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് മെയ്ഡ് എന്നുള്ള മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പേയ്മെൻറ്റ്സും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഡേറ്റ് വൈസ് പേയ്മെൻ്റ് ഒക്കെ ഫിൽറ്റർ ചെയ്തെടുക്കാം. ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ എത്ര പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേയ്മെൻറ്റ്സ് മെയ്ഡ് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതിയാവും. അടുത്ത ഓപ്ഷനാണ് പേയബിൾ സമ്മറിയും അതുപോലെ തന്നെ പേയബിൾ ഡീറ്റെയിൽസും. നമ്മുടെ അഡ്വാൻസ് കൺസിഡർ ചെയ്യാതെ ഒരു പർട്ടിക്കുലർ ബില്ലിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എത്ര എമൗണ്ട് പേ ചെയ്യാനുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ പേയബിൾ സമ്മറി എന്നുള്ള റിപ്പോർട്ട് എടുക്കും. ഇത് പക്ഷേ ഒരു കസ്റ്റമറിന് ടോട്ടൽ ഇതായിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പേയബിൾ ഡീറ്റെയിൽസ് എന്നുള്ള റിപ്പോർട്ട് എടുത്താൽ മതി. ഇവിടെ നമുക്ക് ബിൽ വൈസ് ഉള്ള ഡീറ്റെയിൽ റിപ്പോർട്ട് ഉണ്ടാവും. ഓരോ ബില്ലിൽ നമ്മൾ എത്ര പേ ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് ഇവിടെ ഉണ്ടാവും.